അപ്പോഴേ നമ്മളിന്ന് കാട്ടിൽ അമ്പലത്തിൽ പോകും. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം കാണിച്ചു തരാം, അമ്പലവും കാണിച്ചു തരാം. അപ്പം നമ്മൾ പോകാൻ പോവുകയാണേ. അവിടുന്ന് മണി തരും ബോക്സിലേക്ക്. കുഞ്ഞു കൊച്ചിരിക്കുവോ ഫ്രണ്ടി, തള്ളരുത്. അയ്യോ ചുറ്റിക്കൂടാ ഫോണും കൊണ്ട് ഇവിടെ. എന്താ ഫോട്ടോ എടുക്കുന്ന? അപ്പോഴും നമ്മൾ വേണ്ട കാട്ടിൽ അമ്പലത്തിൽ വന്ന് തൊഴുത് പായസമൊക്കെ പ്രസാദമൊക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്തു. അപ്പം നാത്തൂനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ നാത്തൂൻ, എൻ്റെ അണ്ണൻ്റെ മൂത്ത ചേച്ചിയാണ്. അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ തൊഴുതിറങ്ങണം. ഇനി നമുക്ക് കഞ്ഞി കുടിക്കാൻ പോകാം. അപ്പോഴേ നമ്മൾ പ്രസാദം കഞ്ഞിയാണ് ഇവിടുത്തെ പ്രസാദം. കഞ്ഞിയും പയറും നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്തത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചതാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായ വെയിലാണ്. ആ കഞ്ഞിയൊക്കെ കുടിച്ചാൽ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നത് നല്ല വെയിലാണ്. ഞാൻ അങ്ങോട്ട് നടന്ന് ചെന്നിട്ട് ഇപ്പോൾ കാണാം. നിങ്ങൾ കടലിൽ വന്നില്ല. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് മേടിച്ച സാധനം കാണണ്ടേ? നമ്മൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. കണ്ടോ, ഈ ഒരു പുകയിടുന്ന ചട്ടി നല്ല ലാഭമുണ്ട് കേട്ടോ. അമ്പലത്തിൽ നല്ല ലാഭമാണ്. ഈ ഒരു പുകയ്ക്കുന്ന ചട്ടി വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചു പറഞ്ഞാൽ ഇതുണ്ടാക്കും. സൂപ്പറായിട്ടില്ലേ? രസവും മൂരും ഒക്കെ കാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചട്ടി കേട്ടോ. സൂപ്പർ. 70 രൂപയുള്ളൂ ഇതിന് കേട്ടോ. അതിന് 60 രൂപ. പിന്നെ നമ്മൾ തോരനൊക്കെ വെക്കുന്ന ഒരു ഇതാണ് കണ്ടോ. സൂപ്പർ അടി. ഇത് 60 രൂപയുള്ളേ. നല്ല ലാഭമുണ്ട് ചട്ടിക്കൊക്കെ. പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചത് പറഞ്ഞതാ കണ്ടോ, ഒരു ഫ്ലവർ കൊള്ളാമോ? പക്ഷേ ഇതിച്ചിരി വില കൂടുതലല്ല. 200 രൂപ പറഞ്ഞ് 100 രൂപയ്ക്ക് മേടിച്ചു. നല്ല ഹങ്ങിയില്ലേ? അപ്പോൾ ഇത്രയും സാധനം കഴിച്ചാൽ പിന്നെ പായസവും പ്രസാദവും ഒക്കെ തന്നെ. അപ്പോഴേ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ടാറ്റാ. പിന്നൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ അമ്പലത്തിൽ വെച്ച് മൂവാറ്റുപുഴയിലും ആറ്റിങ്ങലും പിന്നെ തിരുവനന്തപുരത്തും ഒക്കെയുള്ള ഒരുപാട് സബ്സ്ക്രൈബ്സിനെ കണ്ട് ഒരു 3-4 പേരെ കണ്ട്. അപ്പോൾ അവരെല്ലാം എന്നെ തിരിച്ചറിഞ്ഞു മക്കളെ. അതെനിക്ക് വലിയ സന്തോഷമായി. അവരെല്ലാം എന്നെ തിരിച്ചറിഞ്ഞ് അവരെൻ്റെ അടുത്ത് വന്ന് നിന്ന് ഒരുപാട് നേരം സംസാരിച്ച് ചേച്ചിയുടെ വീഡിയോ ഒക്കെ കൊള്ളാം, അടിപൊളിയാണ്, ചേച്ചിയുടെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല സന്തോഷമായി. അപ്പം എല്ലാവരും എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളും എന്നെ തിരിച്ചറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.